കഴിഞ്ഞില്ലടാ. ട്രാൻസ്ഫറിന്റെ എ ബ്ലോക്കില് 4 പേരില്ലേ? ഉണ്ട്. അതിൽ ഒരാള് പരോളിലാ, ഏറ്റുമാനൂർ ചന്ദ്രൻ. ഇപ്പൊ ഉള്ളത് പരൂർ ഹംസ, ജോർജ് കുട്ടി, പിന്നെ ഇവൻ. ഏയ് 12 അടിക്കുന്നുള്ളൂ. ഇതിപ്പോ ഏത് സമയമാണോ ശരി? സാറേ 12:04 വെച്ചോ. എന്റെ വാച്ച് റേഡിയോ ടൈമാ. നമുക്ക് ജയിൽ ടൈം മതി. ഇനി ഇത് നാളെ നിക്കോടാ. എന്റെ സാറേ, സാറിന് പുതിയൊരു വാച്ച് മേടിക്കാൻ പാടില്ലേ? ആഴ്ചയിൽ 2 പ്രാവശ്യം റിപ്പയറാ. എന്നാലും ശരിക്കും ഓടുവോ? അതുമില്ല. ഇത് എന്റെ അച്ഛൻ തന്ന വാച്ചാ, കളയാൻ മനസ്സ് വരില്ല. പിന്നെ സാധനം ഇത് പഴയ ഒമേഗയാ. വിദ്യാധരന്റെ സമയം. ഇത് അഴിച്ചു പെറുക്കി നേരം കളയാം. വെയിലും കൊള്ളണ്ട, പണിയെടുക്കണ്ട. പൊയ്ക്കോ. വേഗം ചെല്ല്, അല്ലെങ്കിൽ അവസാനം ചോറുണ്ടാവില്ല. ഊണ് കഴിക്കുമ്പോഴും വേണോടാ ഭൂതക്കണ്ണാടി. മുഖം കണ്ടാൽ ഏതാണ്ട് ഈ കരള് പറിച്ചു തരാൻ പറഞ്ഞ പോലെയാ. കൊണ്ടുപോയിക്കോ. സാറേ, വേണ്ടാത്ത സൗജന്യങ്ങളൊന്നും പെർമിറ്റ് ചെയ്യരുത്. അത് ഒടുവിൽ പാരയാവും. ഒരു ഐലൻഡ്സ് കൊണ്ട് എന്ത് ചെയ്യാനാണോ? കൈരേകള് നോക്കാന്നോ? നല്ല കാലം തന്നെയടേ. ഇന്നിന് റിപ്പയറിങ് കോപ്പൊന്നും ഇല്ലല്ലോ. പിന്നെ വേഗം തിന്നേച്ചേ 7-ാം ബ്ലോക്കിന്റെ അപ്പുറത്തേക്ക് വരി. വാ. എല്ലാരും കിടപ്പിലായോ? വേഗം എഴുതിച്ച് വരേടേ. അനങ്ങി നടക്കടാ. വിദ്യാരാ, നിന്നെ കാണാൻ ആള് വന്നിട്ടുണ്ട്. നിന്റെ മറ്റേ കേടി മിഴിച്ചിരിക്കാണ്ട് വേഗം തിന്നേച്ചു വാടാ. ആരാ സരോജിനി? ആ കൊടയമടിയൊക്കെ വെച്ചേക്ക്. ഇതെന്ത് കോലായത്? തിന്നും കഴിക്കൊന്നും ചെയ്യണില്ലേ? കഴിഞ്ഞാണോ കണ്ടേനേക്കാൾ ചടച്ചു. ഈ സമയത്ത് ആളെന്ന് പറഞ്ഞപ്പോ ആരാന്ന് കരുതി? എപ്പോഴും രാവിലെ അല്ലേ വരാറ്? ഒന്നും പറയണ്ട. രാത്രി വണ്ടിക്ക് തന്നെയാ വന്നത്. തിരക്കെന്ന് വെച്ചാ എന്താ തിരക്ക്! സൂര്യ കുത്താൻ ഇടയില്ല. സ്കൂൾ അവധിയാത്രേ. പരപര വെളുക്കുമ്പോ എത്തേണ്ട വണ്ടി എത്തിയപ്പോ 11 മണി. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ കുളിമുറിയിൽ തിരക്കുണ്ടായില്ല. വേഗം കുളിച്ചു മാറാൻ പറ്റി. എന്തിനാ എങ്ങനെ വരണേ? പിന്നെ വരാണ്ട് വല്ലപ്പോഴെങ്കിലും എനിക്കൊന്ന് കാണണ്ടേ? എന്താ അവകാശം എന്ന് ചോദിച്ചാ, അങ്ങനെ കഷ്ടപ്പെട്ട്. കഷ്ടപ്പാടോ? ഇല്ലെങ്കി ഞാനെന്തിനാ ഇങ്ങനെ ജീവിക്കണേ? ഇനിയിപ്പോ 1-1.5 മാസം കൂടിയല്ലേ ഉള്ളൂ. പിന്നെ എനിക്ക് വരണ്ടല്ലോ, എന്നും കാണാലോ. വീടും പറമ്പൊക്കെ പുല്ലും പടഞ്ചയും കയറി കിടക്കുക. കഴിഞ്ഞ ആഴ്ചയും നെന്മാറേന്ന് ശാരദാട്ടിയുടെ മൂത്ത മോനൊന്ന് നാളികേരം ഇട്ടുകൊണ്ടുപോയി. എന്നാ പെര തുറന്നൊന്ന് അടിച്ചു വാരുക, അതില്ല. പെര മുക്കാലും ചെതല. താക്കോല് കിട്ടി ഒന്ന് അടിച്ചുടച്ചിടായിരുന്നു. തരില്ല. ഒരിക്കൽ ചോദിച്ചു,
തേച്ചാലും കുളിച്ചാലും പോത്ത ചീത്തയാ കേട്ടത്. എന്തിനാ വെറുതെ അവരോടൊക്കെ? വേണ്ട, ഞാൻ വരട്ടെ. ആ പിന്നെ നമ്മുടെ ഇടവഴി നന്നാക്കി റോഡാക്കാൻ പോവാ. കറണ്ടും വലിക്കോത്രേ. ഇനിയിപ്പോ വരുമ്പോ പാമ്പിനെ പേടിക്കാണ്ട് നടക്കാലോ. മറന്നോ ആ ഇടവഴിയൊക്കെ? എന്നും രാത്രിയില് അതൊക്കെ ഓർത്തോണ്ട് കിടക്കും ഞാൻ. സ്കൂളിൽ പഠിക്കുമ്പോ ചതിക്കുഴി കുത്തിയതും മത്തായി മാഷിനെ വീഴ്ത്തിയതും പാമ്പ് ഇണ കൂടണ കണ്ടതും പിന്നെ ഓർമ്മയില്ലേ? സംസാരിച്ചു കഴിഞ്ഞില്ലേ? സമയായി. പോയിക്കോ. സാരില്ല, അയാള് പോയി. പിന്നെ നമ്മുടെ മൂശാരി ബാലേട്ടൻ മരിച്ചു. എങ്ങനെ? വണ്ടി അടിച്ചതാ, 5:30 പാസഞ്ചർ. ചാരായം കുടിച്ച് തലയ്ക്ക് വെളിവില്ലാണ്ട് പെട്ടതാ. ചിലര് പറയണ തല വെച്ചതാന്ന്. ആർക്കറിയാം. ഇനി അതാലോചിച്ച് വിഷമിക്കണ്ട. പോയവര് രക്ഷപ്പെട്ടു. ആ പിന്നെ പറയേണ്ട കാര്യം വിട്ടു. ഞാൻ നമ്മുടെ ശ്രീകുട്ടിയെ കണ്ടു. കഴിഞ്ഞ ആഴ്ച മമ്മിയൂര് ഒരു കളമ്പാട്ടും തിരുവൊഴിച്ചിലുണ്ടായിരുന്നു. ആറങ്ങോട്ടൻ എനിക്കൊരു മാമനുണ്ടല്ലോ, മാമനെ ഏറ്റതാ. പാട്ട് കഴിഞ്ഞ് മടങ്ങുമ്പോ ബസ്സിൽ വെച്ച് നല്ല മുഖപരിചയമുള്ള ഒരു കുട്ടി. ചോദിച്ചപ്പോ നമ്മുടെ ശ്രീകുട്ടി. ആ ചെറുപ്പത്തിലൊക്കെ ഞാൻ കരുതിയത് ഈ മുഖച്ചായെന്നാ. ഇപ്പൊ വളർന്നപ്പോഴല്ലേ തനി അമ്മ. ആ ചിരിയും കണ്ണൊക്കെ അത് തന്നെ. വലിയ കുട്ടിയായി. എന്റെ അത്രയുണ്ട്. ചോദിച്ചു എന്റെ മോള്. കുട്ടിക്കൊന്നൊന്ന് കാണണമെന്നൊക്കെ ഉണ്ട്. അമ്മാവന്മാര് വിടില്ല. ഒരിക്കലൊരു കത്തെഴുതി വെച്ചതാ, അതുപോലും അയക്കാൻ സമ്മതിച്ചില്ല. അച്ഛൻ മരിച്ചുപോയെന്ന് കരുതിക്കൊള്ളാനാ പറഞ്ഞിരിക്കണ. അതിന്റെ ഒരു യോഗേ. തന്തയില്ല തള്ളയില്ല. അമ്മായിമാരുടെ ആട്ടും തുപ്പും കൊണ്ട് വളരാനാ യോഗം. വിഷമിക്കണ്ട. പുറത്തിറങ്ങിയ നമ്മുടെ കുട്ടി നമ്മളെ കൊണ്ടുവരില്ലേ? സാരില്ല. എന്താടാ ഉറങ്ങാറായില്ലേ? ഏത് കുട്ടിയാ കരണേ? കുട്ടിയാ? ആ ദാ കേട്ടോ. അത് കുട്ടിയൊന്നുമല്ല, പട്ടിയാ. പോയി കിടന്ന് ഉറങ്ങടാ. ഞാൻ ശരിക്കും കേട്ടതാ. നീ അങ്ങനെ പലതും കേൾക്കും. അത് പുതിയ കാര്യമൊന്നല്ലല്ലോ. അവിടെ എങ്ങാനും പോയി ചുരുണ്ടുപിടി കിടന്ന് ഉറങ്ങടാ. ഓരോ ദിവസം ഓരോ വട്ട്.